ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ മാലിദ്വീപ് അപലപിക്കുന്നത് തുടരുന്നു. ഈ സാഹചര്യത്തിൽ മാലിദ്വീപ് ഇസ്രയേലി വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിയും അവതരിപ്പിച്ചു. ഈ ഭേദഗതി രാജ്യത്തെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് അംഗീകരിക്കുകയും ചെയ്തു. 18 മാസത്തിലേറെയായി ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ചെയ്യുന്നു. ഗാസയിലെ ഹമാസ് അംഗങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവകാശപ്പെട്ടാണ് ഇസ്രയേൽ ഈ യുദ്ധം നടത്തുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ യുദ്ധത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ 18 മാസത്തിനുള്ളിൽ ഇസ്രയേൽ സൈന്യം 61,700-ലധികം പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത്. ഇത് ശക്തമായ അന്താരാഷ്ട്ര വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ചൈനയും റഷ്യയും യുദ്ധം നിർത്താൻ ഗൗരവമായ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ചില തടവുകാരെ ഇരുവിഭാഗവും തമ്മിൽ കൈമാറി. പക്ഷേ വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയതുമില്ല. പ്രത്യേകിച്ച് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണം. എന്നാൽ ഇസ്രയേൽ ഇത് അംഗീകരിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് വെടിനിർത്തൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പലസ്തീനെ പിന്തുണച്ച് ചില നടപടികൾ സ്വീകരിച്ചത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇതിനകം തന്നെ ഇസ്രയേലി വിനോദസഞ്ചാരികളെ വിലക്കിയിരുന്നു. ഇപ്പോൾ മാലിദ്വീപും ഈ പട്ടികയിൽ ചേർന്നതായാണ് റിപ്പോർട്ട്. പലസ്തീനെ പിന്തുണച്ച് ഇസ്രയേൽ വിനോദസഞ്ചാരികൾക്ക് മാലിദ്വീപ് വിലക്കേർപ്പെടുത്തി. കണക്കനുസരിച്ച് മാലിദ്വീപിൽ ഏകദേശം 7,29,932 ഇസ്രയേലി വിനോദസഞ്ചാരികളുണ്ട്. ഇതുവരെ വന്ന ആളുകളുടെ എണ്ണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാലിദ്വീപിലെ ടൂറിസം വകുപ്പിന്റെ കണക്കനുസരിച്ച് രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. പട്ടികയിലെ ആദ്യ 10 രാജ്യങ്ങളിൽ ഇസ്രയേലില്ല. 2024-ൽ 1,440 പേരും 2023-ൽ 11,000 പേരും ഇസ്രയേലിൽ നിന്ന് മാലിദ്വീപിലേക്ക് വന്നു. ഈ സംഖ്യ വളരെ ചെറുതായതിനാൽ അവരുടെ നിരോധനം മാലിദ്വീപ് ടൂറിസം വ്യവസായത്തിൽ വലിയ സ്വാധീനം ചെലുത്തില്ല. പക്ഷേ ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു സംഭവമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന രാജ്യങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഇസ്രയേലിനെ അപലപിക്കാനും വേണ്ടിയാണ് തങ്ങൾ ഈ നടപടി സ്വീകരിച്ചതെന്ന് മാലിദ്വീപ് സർക്കാർ അറിയിച്ചു. ഇതിനായി രാജ്യത്തെ കുടിയേറ്റ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര മന്ത്രാലയം ഈ ഭേദഗതി അംഗീകരിച്ചത്. അതനുസരിച്ച് ഭേദഗതി ഉടനടി പ്രാബല്യത്തിൽ വരും. ഇസ്രായേലി വിനോദസഞ്ചാരികളിൽ ശ്രീലങ്കയും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നേരിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ശ്രീലങ്കയിലേക്കുള്ള ഇസ്രായേലി യാത്രക്കാർ സമീപത്തുള്ള പ്രേതമേഖലയിൽ വൻതോതിൽ താമസിക്കുന്നുണ്ട്. ഇത് തദ്ദേശവാസികൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി. അതിനാൽ ഇസ്രായേലി വിനോദസഞ്ചാരികളോട് പ്രദേശം വിട്ടുപോകാൻ ശ്രീലങ്കൻ സർക്കാർ ഉത്തരവിട്ടു. ആ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.